ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി ചോറാട്ടോ. ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ എനിക്ക് കടയിൽ പോണേ. അപ്പോൾ ഇന്ന് നേരം പോയി. അപ്പോൾ വേഗം എളുപ്പപ്പണി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ചോറും കറിയും ഒക്കെ കൂടെ വയ്ക്കുമ്പോഴേക്കും സമയം പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളി ചോറാണെങ്കിൽ പിന്നെ വേറൊരു കറി വേണ്ട, ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. അപ്പോൾ തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, 2 തക്കാളി, പിന്നെ റേഷൻ അരിയിലാട്ടോ ഉണ്ടാക്കുന്നത്, 1 ഗ്ലാസ് അരി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്, വഴന്ന് വന്നിട്ട് അതിലേക്ക് ഇതാ തക്കാളി ഇട്ട് തക്കാളി നല്ലോണം വഴന്ന് വരട്ട് നമ്മൾ തക്കാളി അതിലേക്ക് ഇട്ടു. അത് നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി. തക്കാളി ഇപ്പോൾ വെന്തിട്ടുണ്ടാവും, അത് നോക്കി നോക്കാം നമുക്ക്. തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് വേറെ 2 കരിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയില്ലേ, അതിൻ്റെ ഒരു കഷ്ണം. ഇത് നല്ലൊരു ഔഷധവും കൂടിയാട്ടോ. പക്ഷേ എല്ലാവർക്കും ഒന്നും അതങ്ങനെ അറിയത്തില്ല എന്ന് തോന്നുന്നു. നമുക്ക് വയറിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ് ഭക്ഷണത്തിൽ ചേർക്കുന്നത്. ചിലവർക്ക് അതിൻ്റെ ചുവ പറ്റൂല എന്നിട്ട് ആരും ചേർക്കില്ല. ഇവിടെ എൻ്റെ അമ്മൂനൊന്നും പറ്റൂല, അത് ചേർത്ത് കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. ഇന്നിപ്പോൾ അമ്മു തറവാട്ടിൽ പോയതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. ഇതിൻ്റെ പച്ചപ്പ് മാറി വരുന്നോടം വരെ നമുക്ക് ചൂടാക്കാം. അപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അരി വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഞാൻ നേരത്തെ കഴുകി വെച്ചത്. അപ്പോൾ അത് നല്ല കുറച്ചൊന്ന് കുതിർന്നിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമല്ലേ, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. എന്തോ ഓർമ്മയിൽ പറഞ്ഞു പോയതാണ്, സോറി കേട്ടോ. 1 ഗ്ലാസ് അരിയിൽ 1.5 ഗ്ലാസ് വെള്ളത്തിൽ വേർത്തില്ല അരി. 1 ഗ്ലാസ് അരിക്കോ 2 ഗ്ലാസ് വെള്ളം വേണം.
ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ വെള്ളം വറ്റി. വീഡിയോയ്ക്കൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഒറ്റ കയ്യിൽ വീഡിയോ പിടിച്ചുകൊണ്ടാണ്, ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചായക്ക് ഞാൻ രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചായ മാത്രം ഉണ്ടാക്കി. ഇനി ഈ ചോറും കൂടെ ആയി കഴിഞ്ഞാൽ പോകാം. കുഞ്ഞുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കുഞ്ഞുവിന് വിശക്കാൻ തുടങ്ങി രാവിലെ തന്നെ. കുഞ്ഞു ഇതവിടെ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ ഇതായിരിക്കുന്നു കുഞ്ഞു. കുഞ്ഞു 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 ഇവിടെ ഡേ ഡേ അവൾക്ക് മാന്തലായി തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ തക്കാളിച്ചോറ് റെഡി ആയിട്ടോ. അതാ വെള്ളമൊക്കെ വറ്റി ഇതാ നല്ല വേവൊക്കെ പാകമായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് വേഗം പാത്രത്തിലാക്കി വണ്ടി വിടട്ടെ. കടയിൽ പോകാൻ 9 മണി ആവാനായി. അപ്പോൾ നേരം പോയില്ലേ. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ.